ഹായ് ഓൾ. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ബുജി ബാബു ഡയറക്റ്റ് ചെയ്ത് രാം ചരൺ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച് ലേറ്റസ്റ്റായി നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസായ പെടി. ഒരു ഒരു കാട്ടുപ്രദേശം അല്ലെങ്കിൽ മലയുടെ താഴെ ജീവിക്കുന്ന കുറേ ജനങ്ങൾ, അവർക്ക് വോട്ടർ റൈറ്റ്സ് ഇല്ല, അവർക്ക് പോകാനുള്ള ഒരു റോഡില്ല, ഒരു മറ്റേ ബേസിക് ആയിട്ട് റിക്വയർമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അവർക്ക് അതിൽ കൂടെ ആകെ പോകുന്നത് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, പക്ഷേ ആ ട്രെയിനോ അവിടെ നിർത്തുകയില്ല. ഒരു 20-30 വർഷമായിട്ട് ഇതിനു വേണ്ടി ഗവൺമെൻറ്റിനോട് പോകാൻ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ട്രെയിൻ അവിടെ നിർത്തണം പറഞ്ഞിട്ട്, പക്ഷേ ഇവർക്ക് ഒരു വോട്ടർ റൈറ്റ്സ് പോലും ഇല്ല. അതുകൊണ്ട് ഇവർക്ക് അവിടെ ട്രെയിൻ നിർത്തുകയില്ല. അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ഹീറോ വിചാരിക്കുന്നു ഫസ്റ്റ് തനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാം, എന്നിട്ട് ഐഡൻറ്റിറ്റി വെച്ചിട്ട് സംസാരിച്ചിട്ട് ഇവിടെ ഒരു ട്രെയിൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ ട്രെയിൻ അവിടെ നിർത്താം. ഇതാണ് മെയിൻ സ്റ്റോറി. ഈ കഥയിൽ തന്നെ, ഈ സിനിമയിൽ തന്നെ ഒരു രംഗത്ത് ഒരു ഡയലോഗ് വരും. നമ്മുടെ ബോബൻ ഇറാനി, ഹിന്ദി ആക്ടർ, ചോദിക്കും, നിങ്ങൾക്ക് തന്നെ ഇവിടെ ട്രെയിൻ വന്നല്ലോ, പിന്നെ എന്തിനാണ് എന്നെ ഇത്രയും ദൂരം നടത്തിക്കൊണ്ട് വന്നതെന്ന്. അപ്പോൾ പറയും, ഇത്രയും ദൂരം നടത്തിക്കൊണ്ട് വന്നാലല്ലേ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ പറഞ്ഞിട്ട്. ഇത് തന്നെയാണ് ആ ഹോൾ മൂവി. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇതൊരു തെലുങ്ക് ആക്ഷൻ ഡ്രാമയാണ്. അപ്പോൾ ഇഷ്ടത്തിന് ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് പറഞ്ഞാൽ ഗുസ്തി ഫൈറ്റ്, പിന്നെ ഹീറോയിന് വേണ്ടിയുള്ള ഫൈറ്റ്, അങ്ങനെ കുറേ ഫൈറ്റ് ഉണ്ട്. അപ്പോൾ ഫൈറ്റിന് വേണ്ടിയുള്ള BGM ആയാലും കട്ട്സ് ആയാലും പിന്നെ കുറേ ട്രാൻസ്ഫോർമേഷനൊക്കെ ഉണ്ട്. ഒരു സീനിൽ വേറെ സീനിലുള്ള ട്രാൻസ്ഫോർമേഷൻ, ആക്ഷൻ കൊറിയോഗ്രാഫി, അതിൻ്റെ ഉള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതൊക്കെ നൈസായി ചെയ്തിട്ടുണ്ട്. അവരവരെ ഇത് കട്ട്സൊക്കെ ആയാലും VFX ആയാലും ഒക്കെ പക്ക ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ മൂവിയുടെ നമുക്ക് പോസിറ്റീവ്സ് നോക്കാം. പോസിറ്റീവ് ഫസ്റ്റ്, രാം ചരൺ. പുള്ളി ഇതിൽ ഫിസിക്കലായാലും ശരി, ഒരു ക്യാരക്ടർ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗുസ്തിക്ക് വേണ്ടിയുള്ള പെർഫെക്റ്റ് ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളി എന്തൊക്കെ ഫുൾ ഹാർഡ് വർക്ക് ഇടാൻ പറ്റുമോ അത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട് രാം ചരൺ ഈ മൂവിക്ക് വേണ്ടിയിട്ട്. രണ്ടാമത് ശിവരാജ് കുമാർ. പുള്ളി ഇത് ഒരു ഘട്ടത്തിൽ രാം ചരൻ്റെ ഗുരുവായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ട് വരും. അപ്പോൾ പുള്ളിക്ക് ആ റോള് പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുമുണ്ട്, ആ റോള് പുള്ളി ചെയ്തിട്ടുമുണ്ട്. ഒരു സീന് വരും, അതായത് ഒരു ഘട്ടത്തിൽ ഈ പുള്ളി വന്നിട്ട് രാം ചരനെ വിളിക്കും, നിങ്ങൾ ഗുസ്തിയിലോട്ട് വരുന്നുണ്ടോ പറഞ്ഞിട്ട്. അപ്പോൾ രാം ചരൺ പറയും, എത്ര കാശ് എന്നാൽ വരും പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ ഈ പുള്ളി തക്കതായ ഒരു മറുപടി കൊടുക്കും. അപ്പോൾ ആ രംഗത്തിലൊക്കെ ഈ പുള്ളി സ്കോർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഒരു നല്ല ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് ജഗപതി ബാബുവിനാണ്. നമ്മുടെ ഈ കോട്ടും സൂട്ടറൊക്കെ ഇട്ടിട്ട് വരില്ലേ, നമ്മുടെ ഡാഡി ഗിരിജ. പുള്ളിക്ക് ഇതിലൊരു നല്ല ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. പുള്ളി വരുന്ന സീനൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഓക്കെ, അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്, പുള്ളി ആ സീൻ പക്ക എഴുതിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഒരു ബേസിക് റോളാണ്, ഒരു ചെറിയ റോളാണ്, പക്ഷേ അത് ഒരു കുറച്ച് ഡ്യൂറേഷനേ വരുള്ളൂ, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. നാലാമത് പറയുന്നത് ഈ പടത്തിൻ്റെ മ്യൂസിക്, അതായത് ഒരു പാട്ടുണ്ടല്ലോ, ചിക്കിരി ചിക്കിരി, ആ പാട്ടായാലും ഡാൻസ് ആയാലും പിന്നെ അത്യാവശ്യം BGM ഒക്കെ A.R. റഹ്മാൻ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ്. നെഗറ്റീവിലോട്ട് കടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഞാൻ കേട്ടത് കുറേ ജാൻവി കപൂറിൻ്റെ സീൻസൊക്കെ കട്ട് ചെയ്തു, എന്നിട്ടും 2 hour 50 minute ഉണ്ട് ഈ പടം OTT-യിൽ. അപ്പോൾ അത് തിയേറ്ററിലൊക്കെ ഒരു 3 മണിക്കൂറൊക്കെ ഓടിയിട്ടുണ്ട് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക. എനിക്ക് തന്നെ ഇടയിൽ വരുമ്പോൾ കുറേ ബോറടിച്ചു, പിന്നെ നല്ല സീന് വരും, പിന്നെയും ബോറടിച്ചു, കുറച്ച് ലാഗൊക്കെ ഫീലായി. ഒന്ന് ഡ്യൂറേഷൻ. രണ്ടാമത് ഹീറോയിൻ്റെ ക്യാരക്ടർ. അതായത് ഈ പടത്തിൽ ഹീറോയിൻ ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഒരു സീന് പറയാം, അതായത് ഹീറോയിന് കല്യാണം നടക്കാൻ പോകുന്നു പറഞ്ഞിട്ട് രാം ചരൺ ട്രൗസർ ഇട്ടിട്ട് സൈക്കിളിൽ ഓടിക്കൊണ്ട് ആ കല്യാണം നിർത്താൻ വേണ്ടി വരും. ആ തൊട്ടടുത്ത സീനിൽ ഹീറോയിനും വേണ്ട, ആരും വേണ്ട കൊണ്ട് പുള്ളിയുടെ പാട്ടിക്ക് പോകും. ഇത്രയേ ഉള്ളൂ ഹീറോയിൻ്റെ സീന്. വേറൊരു സീനിൽ ഹീറോയിൻ തന്നെ, ഹീറോ മാരേജ് ചെയ്തില്ലെങ്കിലും സ്വയം താലിയെടുത്ത് കഴുത്തിലിട്ടിട്ട് ആ ഹീറോയാണ് എൻ്റെ ഹസ്ബൻഡ് പറയും. ഇത്രേ ഹീറോയിൻ്റെ ക്യാരക്ടർ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതൊരു നെഗറ്റീവ് ആണ്. അതായത് ഹീറോയിൻ ഇല്ലെങ്കിലും ഈ മൂവിക്ക് ഒരു പ്രശ്നവുമില്ല. മൂന്നാമത് പറഞ്ഞത്, ഈ മൂവി തുടങ്ങുന്നത് രാം ചരൺ ഹീസ് നല്ലൊരു ക്രിക്കറ്ററാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പുള്ളി ക്രിക്കറ്റ് വെച്ചാണ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് നിർത്തി. പെട്ടെന്ന് ആ പുള്ളി ക്രിക്കറ്റ് വിട്ടിട്ട് നേരെ ഗുസ്തിയിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ഗുസ്തിയിലോട്ട് പോകുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഗുസ്തി ആയിരിക്കും ആ പുള്ളി ചെയ്യാൻ പോകുന്നു. പെട്ടെന്ന് പറയുന്നു ആ പുള്ളി നല്ലൊരു സ്പ്രിൻ്ററാണ്, അന്ന് റൺ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പറയും ഇതല്ല, വേറൊരു സംഭവമാണ് പറഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഒരു പോരാൻ വേണ്ടി തോന്നിയത്. നാലാമത് ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി. ആക്ച്വലി ആക്ഷൻ കൊറിയോഗ്രാഫി നന്നായിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു 5 minute ഫൈറ്റിൽ നമുക്കൊരു 4 minute വരുന്നവരെ തോന്നും കൊള്ളാലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് ഒരു 5-ാമത്തെ മിനിറ്റ് ഓവർ ആക്ഷൻ ആവും, ബാലയ മോഡിലോട്ട് പോകും. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഈ പുള്ളി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളി 6 അടിച്ചു, ഈ പുള്ളി 6 അടിച്ചല്ലോ, കൊള്ളാം. പിന്നെ പറയും ഈ പുള്ളി 6 അടിച്ചത് 3 ഗ്രൗണ്ടിൻ്റെ അപ്പുറത്താണ് കൊണ്ടൊരു ബിൽഡപ്പ് കൊടുക്കും. പിന്നെ അതുപോലെ ഗുസ്തി ചെയ്തുകൊണ്ടിരിക്കണം, ഈ പുള്ളി നന്നായി ഗുസ്തി ചെയ്യും. പെട്ടെന്ന് എന്തോ ഒരു പവർ വന്ന പോലെ ലാസ്റ്റ് വെച്ചിട്ട് അതുവരെ നന്നായി ചെയ്യും. പെട്ടെന്ന് എന്തോ മറ്റേ ട്രാൻസിഷൻ, ഡബിൾ റോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഗുസ്തിയുടെ ട്രാക്ക് തന്നെ മാറ്റും.
അപ്പോൾ ഇതൊക്കെയാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവർക്ക് സുഖമായിട്ട് കുറച്ച് അതായത് ഹീറോയിൻ്റെ സീൻസ് ഇടയിൽ ആവശ്യമില്ലാത്ത ഈ ബിൽഡപ്പിൻ്റെ സീൻസ് കുറച്ചാൽ തന്നെ ഒരു 2.5 മണിക്കൂറായി ഉണ്ടാവും, കുറച്ചുകൂടെ ക്രിസ്പായി തോന്നിയിട്ടുണ്ടാവും. പക്ഷേ രാംചരൻ്റെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഡയറക്ടർ തോന്നിയത് എന്തൊക്കെയാണോ എഴുതിയത് അതൊന്നും കട്ട് ചെയ്യാതെ ഫുള്ളായി എടുത്തിട്ടുണ്ട്. ഇതാണ് എനിക്ക് ഈ മൂവിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായം. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് എന്നിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.